ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു ചക്കലിശ്ശേരി ഉണ്ടാക്കിയാലോ. അപ്പോൾ ചക്കയൊക്കെ നുറുക്കി ഇതാ കുക്കറിലിട്ടു, ഉപ്പ് ചേർത്തു. ഇവിടുത്തെ ചക്കയൊക്കെ കഴിഞ്ഞു കേട്ടോ. അപ്പുറത്തെ വീട്ടിൽ നിന്ന് വില്ലേജ് തന്ന ഈ ചക്ക. അപ്പോൾ അതാ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്തു. ഇനി അതിലേക്ക് കുറച്ച് 2 പച്ചമുളക് കീറിയിടുകയാണ് കേട്ടോ. കുറച്ച് പച്ചമുളക് കീറിയിടുക. ഇതിൽ മുളക് പൊടി അങ്ങനെ തൊടിയിക്കാറില്ല, ഞങ്ങൾ മുളക് പൊടി ഇടാറില്ല. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു. കുറച്ച് വെള്ളം ഒഴിക്കണ്ടുള്ളൂ. കുറച്ച് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. കുറച്ച് വെള്ളം ഒഴിച്ചു. ഇനി ഇനി ചേർക്കേണ്ടത് എന്താണെന്നറിയോ? ഇനിയാണ് ഇത് കുരുമുളക് പൊടി ചേർത്തു. കുരുമുളക് പൊടിയൊക്കെ ചേർത്തു. ഇനി ഒരു വിസിലേ വരണ്ടുള്ളൂ കേട്ടോ. നാളികേരം എടുത്തു. അതിൽ കുറച്ച് നല്ല ജീരകം അത് ചേർത്തിട്ടാണ്, നല്ല ജീരകമാണ് കേട്ടോ ചേർക്കണത്. അങ്ങനെ അത് ചേർത്തു. നമ്മുടെ ചക്കലിശ്ശേരി റെഡിയായി. കണ്ടില്ലേ, ചക്കലിശ്ശേരി റെഡിയായി. നാളികേരം ചേർത്ത് ഇളക്കുക. കണ്ടില്ലേ, അമ്മയ്ക്ക് നല്ല ഇഷ്ടമാണ് ചക്കലിശ്ശേരി. അപ്പോൾ കുറച്ച് ചക്കലിശ്ശേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇനി അത് വറവിടണം കേട്ടോ. ചീഞ്ചട്ടിയൊക്കെ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു, കടുകിട്ടു, കുറച്ച് 2 മിളക് പൊട്ടിച്ച് ഇടുക, വേപ്പിൻ്റെ ഇല ഇടുക. അങ്ങനെ നമ്മുടെ ചക്കലിശ്ശേരിയിലേക്ക് ഒഴിക്കുക. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് അധികം ഉണ്ടാക്കിയത്. അമ്മയ്ക്കാണ് ഭയങ്കര ഇഷ്ടം. മോനെ കേട്ടോ, മോനെ നല്ല ഇഷ്ടമാണ് ചക്കലിശ്ശേരി. അപ്പോൾ 2 ആൾക്കും വേണ്ടിയിട്ട് ചക്കലിശ്ശേരി ഉണ്ടാക്കിയതാണ്ടല്ലേ. നമ്മുടെ ചക്കലിശ്ശേരി റെഡി. ഇത്ര നേരെ വേണ്ടുള്ളൂ, കുറച്ച് നേരെ വേണ്ടുള്ളൂ ചക്കലിശ്ശേരി ഉണ്ടാക്കാൻ. ചക്ക നന്നാക്കാൻ മാത്രം ഇത്തിരി നേരം വേണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. താങ്ക് യു.